ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് മാക്സിമം പോയാൽ രക്ഷിതാക്കൾ അതിൻ്റെ അപ്പുറം പോയാൽ യു വിൽ ബി സെപ്പറേറ്റഡ്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഒരു മനുഷ്യൻ ഹൃദയം തൊട്ട് പറയുന്ന ഈ വാക്ക്. പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ ഇതിലിറങ്ങി, കുടുംബക്കാരായാലും മറ്റുള്ള ആളുകളായിട്ട് ഇറങ്ങി, നമ്മളെ കൂടെ നിൽക്കേണ്ട ആളുകൾ ആരും കൂടെ നിന്നില്ല, തിരിഞ്ഞ് നമുക്ക് തന്നെ കൊത്തി. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. പിന്നെ കുട്ടികളെ കാണാൻ കഴിയില്ല, അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇപ്പൊ എനിക്കും എൻ്റെ ഭാര്യ വലിയ ശത്രുവായി മാറി. അത് അങ്ങനെ മറ്റുള്ളവർ അങ്ങനെ ആക്കി തീർത്ത്, കൂടുള്ള ആൾക്കാർ അങ്ങനെ ആക്കി തീർത്ത്, അതാണ് ഏറ്റവും വലിയ ഒരു പ്രയാസം. ഒന്നും അറിയാത്ത രണ്ട് വളർന്നു വരുന്ന മക്കളാണ് ഇതിൽ അനുഭവിക്കുന്നത്. ആ ഒരു പ്രയാസം. സംസാരിച്ചാൽ തീരുമെന്ന് ഉറപ്പുള്ള പ്രശ്നങ്ങൾ പോലും, നമ്മുടെ കൂടെ ഉണ്ടാകും, ഈ പ്രശ്നം സോൾവ് ചെയ്യും എന്ന് വിചാരിക്കുന്നവർ പോലും ഇടപെട്ട് അത് വഷളാക്കി രണ്ടാളെയും സെപ്പറേറ്റ് ആക്കി മാറ്റി. ഇവിടെ നഷ്ടപ്പെടുന്നത് രണ്ടാക്കുമല്ല, രണ്ടാക്കും ചില സമയം രണ്ട് ജീവിതം വേറെ കിട്ടും. പക്ഷേ അതിലുണ്ടായ ആ കുഞ്ഞു മക്കളുണ്ടല്ലോ, അവരെന്ത് പിഴച്ചു? നമ്മളെ മക്കൾ ഇപ്പം നമ്മളെ ഉപ്പ വിളിക്കണം, അല്ലെങ്കിൽ ഉമ്മാൻ ഉമ്മ വിളിക്കണം, അമ്മൻ അമ്മനെ വിളിക്കണം, അച്ഛൻ അച്ഛാന്ന് വിളിക്കണമെങ്കിൽ ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഈ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ, ഒന്ന് അച്ഛാന്ന് വിളിക്കണമെങ്കിലോ ഒന്ന് ഉപ്പാന്ന് വിളിക്കണമെങ്കിലോ ഉമ്മാന്റെ സമ്മതം, അല്ലെങ്കിൽ ഉമ്മാന്ന് വിളിക്കണമെങ്കിൽ ഉപ്പാന്റെയോ അച്ഛൻ്റെയോ സമ്മതം. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നങ്ങളും സഹിച്ച് ജീവിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ സംസാരിച്ച് തന്നെ തീർക്കണം. അവിടെ നമ്മളൊരു കുടുംബം വേർപെട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ല, അതുകൊണ്ടാണ് ദൈവം പോലും ഈ സെപ്പറേറ്റിനെ സപ്പോർട്ട് ചെയ്യാത്തത്. ദൈവത്തിന് പോലും ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പിരിയുന്നതാണ്. എന്തുകൊണ്ടാണ് പിരിയേണ്ടി വരുന്നത്? സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും. പിരിയേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ പിരിഞ്ഞു തന്നെ ജീവിക്കണം. പക്ഷേ ഒന്ന് സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ആളി കത്തിച്ച് അതേ കുടുംബത്തിലെ ആൾക്കാർ തന്നെ രണ്ടാളെയും സെപ്പറേറ്റ് ആക്കി മാറ്റുമ്പം അവർക്ക് കിട്ടുന്ന സുഖം പോലെയല്ല നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന വിഷമം. ആ കുഞ്ഞുങ്ങൾ എന്ത് പഴിച്ചു? ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമം, ഇതെല്ലാം തന്നെയല്ലേ ഈ ലോകത്ത് നടക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് വീഡിയോ പറയുമ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കും, അങ്ങനെ പറയല്ല, അത് ശരിയല്ല, ഇങ്ങനെ പറയല്ല, ശരിയല്ല. പക്ഷേ ഇവിടെ സാഹചര്യങ്ങളാണ് പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിങ്ങനെയാണ്, നമ്മളെ കുടുംബം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഭാര്യയും ഭർത്താവിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ മാക്സിമം പോയാൽ നിങ്ങളുടെ രക്ഷിതാക്കളെ അറിയിക്കുക. അതിന് മുകളിലേക്കാണ് നിങ്ങൾ പെട്ടെന്ന് അറിയിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് സെപ്പറേറ്റ് ആയി മാറും. കാരണം സ്വന്തം അച്ഛനും അമ്മക്കും ഇല്ലാത്ത ഒരു വിഷമവും വേറൊരാൾക്കുണ്ടാവില്ല. സ്വന്തം അച്ഛനും അമ്മയും മാത്രമാണ് മക്കളുടെ ജീവിതം നല്ലതായി കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് മുകളിൽ പോകുന്നവർക്ക് നിങ്ങൾ രണ്ടായാലെന്ത്, നിങ്ങൾ ഒന്നായാലെന്ത്. ഏറ്റവും അധികം പല ആൾക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടായി മാറാനാണ്. കാരണം എന്തറിയോ? അതിന്റെ ഇടക്ക് കയറിയിട്ട് മുതലെടുക്കാനാൽ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മക്കൾക്ക് ജന്മം നൽകരുത്. കാരണം ആ മക്കളാണ് ഇല്ലാണ്ടായി പോകുന്നത്. നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ ആ കുഞ്ഞു മനസ്സ്, ഒരു കാരണവശാൽ ആ കുഞ്ഞു മനസ്സുണ്ടല്ലോ, അതൊരിക്കലും സഹിക്കില്ല. അതിന് പോലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ചെറിയ വാക്കുകൊണ്ടോ ചെറിയ പ്രവൃത്തി കൊണ്ടോ ചെറിയ സംസാരം കൊണ്ടോ തീരുന്നാണെങ്കിൽ അങ്ങ് തീർക്കണം. സെപ്പറേറ്റ് ആകേണ്ടത് സെപ്പറേറ്റ് ആവണം. പക്ഷേ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അതിനെ സെപ്പറേറ്റ് ആക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസിക സുഖം, ആ മാനസിക സുഖം കൊണ്ട് ഇല്ലാണ്ടാവുന്നറിയോ? കുട്ടികളുടെ അവസ്ഥകൾ എന്തിച്ചു നോക്ക്. പോട്ട് ഒരു കുട്ടികളുണ്ടായാലും ആ കുഞ്ഞുങ്ങളെ അവസ്ഥ എന്തിച്ചു നോക്ക്. ആ കുഞ്ഞിക്ക് എത്ര സന്തോഷം വേണം, ആ കുഞ്ഞിക്ക് എത്ര പ്രതീക്ഷ ഉണ്ടാവും, ആ കുഞ്ഞെത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ജനറേഷൻ. ചെറിയ വാക്കുകൾ കൊണ്ട് പോലും ഇപ്പോൾ പിടിച്ചു നിൽക്കാണ്ടി പറ്റൂല. നമ്മളൊരു കാരണവശാലും വലിയ വലിയ പ്രശ്നങ്ങൾ പിടിച്ചു നിൽക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ചെറിയ കാര്യത്തിനൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനെ വേർപിരിയരുത്. സംസാരിച്ചാൽ തീരാവുന്നതാണെങ്കിൽ സംസാരിച്ച് തീർക്കാം. നമ്മൾ നേരെ രക്ഷിതാക്കൾക്ക് പുറമേ പോയിട്ട് വേറൊരാളായിട്ട് കഴിയുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശം വേറെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒന്നാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കില്ല. അവരത് വേർപിരിപ്പിക്കും. എന്നിട്ടോ അവർ മാന്യത ജാമിച്ചിട്ട് നിങ്ങളെ മുതലെടുക്കും. അതിനൊന്നും വഴി വെക്കണ്ടാന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളത് നിങ്ങൾ രക്ഷിതാക്കളോട് പറയുക. അവിടെയും സംസാരിച്ച് തീർത്തില്ലെങ്കിൽ അവരൊരു തീരുമാനം എടുക്കട്ടെ. അതല്ലാണ്ട് നിങ്ങൾ വേറൊരാളോട് പോയി സംസാരിക്കുമ്പോൾ അത് സെപ്പറേറ്റിലേക്കേ പോകും. ഒരിക്കലും അത് ഒന്നിക്കൽ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മൂന്നാമതൊരാൾ കയറി വരുമ്പോൾ അത് അച്ഛനോ അമ്മയോ അല്ല. മൂന്നാമതൊരാൾ കയറി വരുമ്പോൾ അവിടെ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടും.